ഇന്ന് യാത്ര ബാലുശ്ശേരിയിലേക്കാണ് കേട്ടോ. ഞങ്ങൾ സമ്മർ വെക്കേഷൻസ് കൂടുതൽ ചിലവഴിച്ചിട്ടുണ്ടാവുക ഞങ്ങൾ ബാലുശ്ശേരിയിലേക്ക്. ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെ അമ്മ വീട്ടിലായിരിക്കും ചിലവഴിച്ചിട്ടുണ്ടാവുക. അപ്പോൾ വഴിയിൽ വെച്ച് ഞങ്ങൾ ബേക്കറി വാങ്ങിച്ചു. അതിനുശേഷം ഞങ്ങൾ നേരെ 14th എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കാൻ കയറി. ഇവിടെ മൊത്തം പരിചയക്കാരാണ് കേട്ടോ, കാരണം ഈ റൂട്ടിൽ പോകുന്നവർ മിക്കതും ഇവിടെ നിന്നായിരിക്കും ഫുഡ് കഴിക്കുക. ആൻഡ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ബിരിയാണിയും ഡ്രാഗൺ ചിക്കനും ആയിരുന്നു, ആസ് യൂഷ്വൽ, നോ ഡൗട്ട്. അപ്പോൾ എൻ്റെ മോനും എന്നെ പോലെ തന്നെ ഒരു ബിരിയാണി ഭ്രാന്തനാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കും എൻ്റെ അമ്മ എന്നെ ചതിച്ചത്. ഒന്നുകിൽ നിൻ്റെ കുട്ടി ബിരിയാണി വെറുത്തിട്ടായിരിക്കും പുറത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ ബിരിയാണി ഇഷ്ടപ്പെട്ടിട്ട്. ഇവൻ വന്നത് ഇഷ്ടപ്പെട്ടിട്ടാട്ടോ. മാമൻ്റെ വീടെത്തി. ആൻഡ് മാമനിത് പുതിയതായിട്ട് വെച്ച വീടാണ്. അപ്പോൾ ഇതാണ് കിച്ചുട്ടൻ. അപ്പോൾ ഞങ്ങൾ 3 പേരും നിങ്ങൾക്ക് പിന്നെയും കണ്ടുപരിചയം ഉണ്ടാവുമല്ലോ. ഞങ്ങൾ ആക്ച്വലി 3 ടൈപ്പ് ആൾക്കാരാണ്. പക്ഷേ 3 പേരും ഇതുവരെ അങ്ങനെ ഒരു വലിയ വഴക്കോ ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പം ഇതാണ് അമ്മച്ചനും അമ്മൂമ്മയും. പിന്നെ ഇതാ കിച്ചുട്ടൻ, കിച്ചുട്ടൻ. ഈ ഫോട്ടോ കാണുമ്പോൾ എനിക്കിടയ്ക്ക് ബദ്രീനെ പോലെ തോന്നാറുണ്ട് കേട്ടോ. പിന്നെ അത് ഗോപും കിച്ചാണ്. ഇത് അമ്മയുടെ വേറൊരു ബ്രദറാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ അവർ ഫുഡ് കഴിക്കുമായിരുന്നു. പിന്നെ അവരെ പ്ലേറ്റൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പൊക്കെ ചെയ്തു കൊടുത്തു. മാമി അവിടെ ഉണ്ടായിരുന്നില്ല. മാമി എവിടെയോ മരിച്ച വീട്ടിലെവിടെയോ പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ അമ്മ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തു കൊടുത്തു മാമനെ. പിന്നെ ഞങ്ങൾ വിളിച്ച് പറയാതെ ചെന്നതുകൊണ്ട് തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഗോപു പെട്ട് പിടിക്കണ കണ്ടിട്ട് ബദ്രി ഗോപുവിന് ടാറ്റ കൊടുക്കുകയാണ്. ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മാമൻ വേഗം കരിക്കിൻ്റെ ജ്യൂസും ഉഴുന്നുവടയൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അപ്പം അതും കുടിച്ചു. നല്ലൊരാശ്വാസം തോന്നി. പിന്നെ ബദ്രി ഫുൾ കളിയായിരുന്നു. ബദ്രിക്ക് ഒരു പരിചയക്കേടും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഹാപ്പിയായിരുന്നു. മാമനോടും കളിക്കുന്നുണ്ടായിരുന്നു. മാമൻ തിരിച്ച് അവനോട് കളിക്കുന്നുണ്ടായിരുന്നു. മാമൻ്റെ വേറൊരു ഫേസ് ഞാനവിടെ കണ്ടു. അപ്പം ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കും ആദ്യം കുടി പിടിച്ചത് ബദ്രിയാണ്. കാരണം ആളൊരു വണ്ടിഭ്രാന്തനാണ്. അപ്പം ആൾ വേഗം ഫ്രണ്ട് സീറ്റിൽ തന്നെ കയറിയിരുന്നു. ഇനി എന്തോ അവൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് പോകുക എന്നുള്ള മട്ടിലാണ് ഇരിപ്പ്. അപ്പം ഇത്രയൊക്കെയേ ഉള്ളൂ. ടാറ്റാ, ബൈ.